ഗൈസ് ഗെറ്റ് റെഡി ഫോർ എൻ അമേസിംഗ് വ്ളോഗ്. വർഷങ്ങളെ നമ്മളിവിടെ എക്സിബിഷൻ ചെയ്യുന്ന ഫിലി സ്ട്രീറ്റ് ഇത്തവണ കുറേ യൂണിക് ഡിഷസ് ഉണ്ട്. സോ ഓരോ ഡിഷസ് ആയിട്ട് നമ്മൾ കഴിക്കുന്നതായിരിക്കും. പക്ഷെ അതിനൊക്കെ ഉപരി ബ്യൂട്ടിഫുൾ ഒരു 5-star ഗോർമേ പ്ലേറ്റിങ്ങും ഡിഷ് ക്വാളിറ്റി ഫുഡ് ക്വാളിറ്റിയും ആൻഡ് സം അമേസിംഗ് വ്യൂ ആണ് ഇന്ന് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. Cheers to our OHF Flea Market Calicut. Cheers to Philly for giving us such a huge... Hi guys, good morning. Welcome to our new vlog. എല്ലാവരും ഇന്ന് നല്ല എനർജിയിലാണ്. പക്ഷെ ആരുടെ മൊത്തം കാണുന്നില്ലല്ലോ. കാലിക്കറ്റിൽ ഭയങ്കര ചൂടാണ്. പക്ഷെ നല്ല സന്തോഷത്തിലും എനർജിയിലാണ്. കാരണം നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർഷങ്ങളായിട്ട് ഗുഡ് ഫുഡ് കഴിച്ച് പരിചയമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വീണ്ടും ഒന്നും കൂടെ റീഇൻട്രൊഡ്യൂസ് ആയിട്ട് ഫിലി സ്ട്രീറ്റ് കാലിക്കറ്റിൽ. നമ്മൾ ആദ്യമേ ഒരു സബ്സ്ക്രൈബറിന്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റിൽ വന്നത് ഇവരുടെ വീട്ടിലാണ്. ബൈ കോഇൻസിഡന്റ് അന്ന് തൊട്ട് തുടങ്ങിയതാണ്, ഇതുവരെ തീർന്നിട്ടില്ല. സോ വളരെ ഇന്നും നമ്മൾ ഇത്രയും സ്ഥലത്ത് പോയി കഴിച്ചിട്ടും വളരെ യുണീക്ക് ആയിട്ടും വളരെ ഡെലിഷ്യസ് ആയിട്ടും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സ്നാക്സ് ഫിലിയോടെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, അല്ലാതെ നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ നേരെ നമുക്ക് ഫിലി സ്ട്രീറ്റിലേക്ക് പോവാം. ആൻഡ് അവരുടെ ഫ്ലാറ്റ് ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. കാലിക്കറ്റ് അത് കൊള്ളാല്ലേ? കാലിക്കറ്റ്, ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്. എവിടെയായിരിക്കും നമ്മുടെ ന്യൂ ഇയർ? കാണിക്കണ്ട സസ്പെൻസാ. വന്നോ? ഈ ഫ്ലാറ്റിലല്ല വന്നേന്ന് തോന്നുന്നു അല്ലേ? വന്ന് ഓർമ്മയുണ്ടാ ഫുഡ് കഴിച്ചത്? ഇത്തവണ നമ്മൾ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കൂ. എല്ലാവരും സമാധാനം പാലിക്കുക. എനിക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പ്ലേറ്റിംഗ് ചെയ്തത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇല്ല, ആദ്യം എല്ലാം ഇൻട്രൊഡക്ഷൻ എടുക്കണം എനിക്ക്. സോ ആദ്യം തന്നെ നമ്മുടെ എന്ത് മൊയ്റ്റോ ഫിൽ ചെയ്ത്? ബ്ലൂബെറി ആൻഡ് ഗോ ഫ്രഷ് മൊയ്റ്റോ ആണ്. ഇതൊക്കെ നമ്മുടെ എക്സിബിഷനിൽ കാണും. നമ്മൾ നിർബന്ധിക്കുന്നുണ്ട് ഇത് വെക്കാനായിട്ട്. കാരണം ഇറ്റ്സ് ഓൾ മെയ്ഡ് ഫ്രം സ്ക്രാച്ച്. എവറിത്തിങ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പറയാം, ക്വാളിറ്റി ഗ്യാരണ്ടീഡ് ആണ്. കാരണം വർഷങ്ങളായി നമ്മുടെ ഇവിടെ ഉള്ളതാണ്. ഇറച്ചിപ്പത്തരി ഉണ്ട്. ലുക്ക് അറ്റ് ദിസ്. ദിസ് ഇസ് പിസ്താഷ്യോ ആണോ? പിസ്താഷ്യോ ക്രീം ഫ്രഞ്ച് ടോസ്റ്റ്. ഇത് വെജ് ഓപ്ഷൻ കൊടുക്കുന്ന ഒരു ചീസ് ക്രീമി ചീസ് സമൂസ. ഇതൊരു പ്രോൺസ് ചീസ് പാറ്റി. കല്ലുമ്മക്കായ ബ്രോസ്റ്റ് ആണ്, ഫ്രൈ അല്ല, ബ്രോസ്റ്റ്. ഇത് കുനാഫ ന്യൂട്ടല ഐസ്ക്രീം, ന്യൂട്ടല കുനാഫ. പിന്നെ ചിക്കൻ ക്രീമി പോക്കറ്റ്സ്. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കേട്ടോ, ഒന്നും സ്പൈസി അല്ല. യാ, സോ ദിസ് ഇസ് ടോർട്ടില റാപ്പ് വിത്ത് നഗറ്റ്സ് ആണ് അകത്ത്. ഇത് നമ്മുടെ വൈറൽ ആയിട്ടുള്ള, നിങ്ങൾ കണ്ടു കാണും, കുനാഫയും ചോക്ലേറ്റും ആയിട്ടുള്ള ഒരു പിസ്താഷ്യോ ആയിട്ടുള്ള ഒരു കുനാഫ. അതിന്റെ ഒരു വേറെ വേർഷൻ ആണ്. UAE-ലൊക്കെ കാണുന്നുണ്ട് ഈ ചോക്ലേറ്റ് പൊട്ടിക്കുമ്പോൾ അകത്തുനിന്ന് പിസ്താഷ്യോയും കുനാഫയും കൂടെ വരുന്നത്. അതിന്റെ ഒരു വേറെ വേർഷൻ ആണ് ഇത്. അത് ഐ കാൻ വെയിറ്റ് ടു ട്രൈ ഇറ്റ്. പിന്നെ ഇത് ബീഫ് ട്രയാങ്കിൾസ് ഉണ്ട്. ബ്ലൂബെറി സമൂസ. നമ്മൾ എബ്രോഡൊക്കെ ഇപ്പോൾ പോകുമ്പോൾ, ജപ്പാനിലും അവിടെയൊക്കെ പോകുമ്പോൾ സ്ട്രോബെറി മിക്സഡ് ഫ്രൂട്ട് സാൻഡ്വിച്ചസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണെന്ന് തോന്നുന്നു ബ്ലൂബെറി സമൂസ. ഇത് ന്യൂട്ടല ഫലാവ. ഇത് കാലിയല്ല കേട്ടോ, അതിന്റെ സിറപ്പാണ്. പിന്നെ ചിക്കൻ കബാബ് റോൾസ്. The number one selling item as always crab kunafa. Pistachio chicken. ഇതൊന്നും പോരാതെ സോസസ് ആർ ഓൾ ഹോം മെയ്ഡ്. ഒന്നും മറ്റേ റെഡിമെയ്ഡ് ആയിട്ട് കച്ചപ്പ് വാങ്ങി ഒഴിക്കുന്ന സെറ്റപ്പേ അല്ല. എവറിത്തിങ് ഇസ് മെയ്ഡ് ഫ്രം സ്ക്രാച്ച്. ഇത് നമ്മുടെ കാസവൈറ്റിന്റെ ബ്യൂട്ടിഫുൾ പ്ലേറ്റിംഗ്. നോക്ക്. അപ്പൊ നമുക്ക് ചിയേഴ്സ് അടിച്ച് തുടങ്ങുവാ. ക്രാബ് കുനാഫ, അതിന് ചോദ്യം ഉണ്ടോ? ആദ്യമേ വെൽക്കം ഡ്രിങ്ക്. ഈ ചൂടത്ത് പറ്റിയ റിഫ്രഷിംഗ് ഡ്രിങ്ക് ആയിരിക്കും. Cheers to our OHF Flea Market Calicut. Cheers to Philly for giving us such a huge treat. So it is like a mojito, absolutely refreshing. It's light, it's tangy, it's sweet. It is just beautiful. അല്ല, ഒരു സമ്മർ വൈബ് ഇൻ ഡ്രിങ്ക് ആണ്. പയ്യെ എങ്ങോട്ടാ ഓടുന്നേ? ആദ്യമേ സേവറീസ് ട്രൈ ചെയ്യാം. സോ നമ്മൾ മധുരത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു.
കുനാഫ. ഓക്കെ, ഇതിന്റെ അകത്ത് കുനാഫയും പിസ്താഷ്യോ ആണ്, വെളിയിൽ ചോക്ലേറ്റ്. അടിപൊളി അടിപൊളി അടിപൊളി. നോക്ക്, ടഫ് ടു ദ കോർ. ഇറ്റ്സ് സോ അഡിക്റ്റീവ്. ഞാൻ വിചാരിച്ചു അകത്ത് പിസ്താഷ്യോ കുനാഫയുടെ ക്രിസ്പി ബാറ്റർ, ഓവർലി ഷുഗർ സിറപ്പ് ഒന്നും ഇട്ട് കുളവാക്കിയിട്ടില്ല. സോ ഇറ്റ്സ് സോ ക്രിസ്പ് സ്റ്റിൽ. ചോക്ലേറ്റ് ഫ്ലേവർ. ഔട്ട്സ്റ്റാൻഡിങ്. ഇതിന്റെ ഇത് ഷുഗർ സിറപ്പിൽ ഒരുപാട് സോക്ക് ചെയ്ത് ഇതിന്റെ അകത്ത് സിറപ്പ് ഇട്ടായിരുന്നെങ്കിൽ ഇത് പൊട്ടയായാലും. അതില്ല, ആക്ച്വലി നമ്മളിത് ഫില്ല് ചെയ്തിട്ട് ഇപ്പൊ 2-3 hours ആയിട്ടുണ്ടാവും. ഫ്രിഡ്ജിൽ വെച്ച് കോട്ട് ചെയ്ത് പിന്നെ പക്ഷെ എന്നിട്ട് ക്രിസ്പിനെസ് പോയിട്ടില്ല. ഇന്ന് കണ്ടുപിടിച്ചാണോ? ഇതാണ് അടുത്ത പാചകറാണിയിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഫിലിനെ ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ കുക്ക് ചെയ്യാൻ ഇങ്ങനത്തെ ഇന്നോവേറ്റീവ് ഡിഷസിന്റെ ഒരു ട്വിസ്റ്റ് കൂടെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എക്സിബിഷൻ ഇതുമാതിരി വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഒരു ഐഡിയ വന്നു ചെയ്തു. അത് മാംഗോ ബ്ലൂബെറി അല്ല മാംഗോ ചീസ് സമൂസ. അതെ, ഇത്തവണ അതും കൂടെ കഴിക്കാം. ഇതിന്റെ അകത്ത് ബ്ലൂബെറിയാ പ്രിയ. അത് മാംഗോ വെക്കാത്തത് മാംഗോ സീസൺ അല്ലാത്തതുകൊണ്ടാ. സോ ഫിലിക്ക് കമ്പൽസറി ആണ് ഗുഡ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കണം എന്ന്. സോ ദേ ഇത് എക്സിബിഷന് വെച്ചാ പ്രിയ തീർക്കും. ബിക്കോസ് ഷീ ലവ്സ് ബ്ലൂബെറി ആൻഡ് ക്രീം ചീസ്. സോ ദിസ് ബ്ലൂബെറി ക്രീം ചീസ് വെളിയിൽ ചെറുതായിട്ട് സോൾട്ടിനെസ് ആയിട്ടുള്ള ഒരു ക്രിസ്പി സമൂസ ബാറ്റർ. പ്രിൻസ് എന്തിനാ എടുക്കുന്നത് ഇപ്പോ? പ്രിൻസിന് കിട്ടില്ല എന്നുള്ള ഒരു ടെൻഷൻ. നോക്ക്, ഇത് ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇത് 100% വെച്ചേ പറ്റൂ. ഞങ്ങള് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. നമ്മുടെ റെപ്യൂട്ടേഷൻ നമ്മൾ വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം. കാരണം ഇല്ല, പക്ഷെ എനിക്ക് ദുബായിൽ പോകണം, ഇത് കഴിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ ഒരു വേറെ വെറൈറ്റി ആണ്. ഓവർ ചോക്ലേറ്റും അല്ല, ടു ഗുഡ്. പക്ഷെ ഐ തിങ്ക് സോ സോ സ്റ്റഫ്ഡ് വിത്ത് പിസ്താഷ്യോ അല്ലേ? ഫുൾ പിസ്താഷ്യോ ആണ്, കുറച്ച് കുനാഫയും. ചോക്ലേറ്റ് ഫ്ലേവർ ദേ പ്രിയയുടെ അടുത്ത് നിന്ന് പ്രിൻസ് ഇവിടെ എത്തി ആ ടൈമില്. ബ്ലൂബെറി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് പ്രിയ. ഇതൊക്കെ നമ്മൾ എന്താ അറിയോ, അതന്നെ ബ്ലൂബെറി ചീസ്. നമ്മള് കഴിക്കുന്നത് ആൾക്കാർക്കും വന്ന് കഴിക്കാം. സോ വി ലവ്ഡ് ഇറ്റ്. പേഴ്സണൽ ചോയ്സസ് ആണ്. നമുക്ക് 100% റെക്കമെൻഡേഷൻ ആണ്. ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ടേസ്റ്റ് ഇഷ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ക്വാളിറ്റി ആൻഡ് ഫുഡ് ഇസ് മെയ്ഡ് വിത്ത് 100% ലവ് എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാം. ക്വാളിറ്റി ഇസ് ദ നമ്പർ 1. സൂപ്പർ അല്ലേ? യുവർ പെർഫെക്റ്റ് ഒരു ഡിഷ് അല്ലേ ഇത്? സമൂസ ഇഷ്ടമാണ്, ബ്ലൂബെറി അതാ സമൂസ ഇഷ്ടമാണ്, ബ്ലൂബെറി ഇഷ്ടമാണ്, ക്രീം ചീസും ഇഷ്ടമാണ്. കല്ലുമ്മക്കായ ബ്രോസ്റ്റ് നോക്കട്ടെ. അത് ഇത് തന്നെ നോക്ക്, കല്ലുമ്മക്കായുടെ ബാറ്റർ ഇത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അലുമിനിയം ഫോയിൽ വെച്ച് അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. അതൊക്കെയാണ്. ദിസ് ഇസ് നൈസ്. ഇതും ഇല്ല, അതും ഇല്ല, ചട്ടിപ്പത്തിരി അല്ല അരച്ചിപ്പത്തിരിയും ഇല്ല. ട്രൈ ചെയ്തതാ ഇല്ല, പക്ഷെ ഭാഗ്യമുണ്ട് കഴിക്കാൻ. സാധാരണ റോസ്റ്റിനെ കാട്ടി എത്രയോ ടേസ്റ്റാ. കല്ലുമ്മക്കായ ഫ്ലേവർ മിക്ക ഇവിടെ ഉള്ള എല്ലാവർക്കും ഒരു ഇത് ഇഷ്ടമായിരിക്കുമല്ലോ. എൻ്റെ കൂടെ ഒരു പെർഫെക്റ്റ്ലി തിൻലി ബ്രോസ്റ്റഡ് ബാറ്ററും കൂടെ വന്നു കഴിയുമ്പോൾ പറയാനില്ലല്ലോ. ഇനി എന്റെ ഫേവറേറ്റ് ഡിഷ് നൈസായിട്ട് എന്റെ കയ്യിലേക്ക് അതുകൊണ്ടാണ് ജെഫ്രി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നത്. സോസ് സത്യം പറഞ്ഞാൽ എനിക്ക് ആവശ്യമില്ല കേട്ടോ. ഒന്ന് കാണിച്ചേക്കത് അങ്ങനെ വെച്ചേക്കണേ. സ്റ്റഫ്ഡ് ടു ദ കോർ, ടോട്ടൽ സ്റ്റഫ്ഡ്. നമ്മളൊരു ബുഫേ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് പൊട്ടാറാവില്ല, അതുപോലെയാണ് ഈ ക്രാബ് കുനാഫ ചെയ്ത് വെച്ചിരിക്കുന്നത്. അകത്ത് ഫുൾ ക്രാബാണ്, വെളിയിൽ എക്സ്ട്രീംലി ക്രിസ്പി കുനാഫ ബാറ്റർ. അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് സോസിലും കൂടെ മുക്കാം. സോസ് ഇസ് ഓൾസോ ഹോം മെയ്ഡ്. ഓക്കെ, നോക്കിയേ, യു ഗെറ്റ് സോ മച്ച് ഓഫ് ദ ഇന്റൻസ് ക്രാബ് ഫ്ലേവർ. മതി. പൊതുവെ വെജ് ഞാൻ കഴിക്കാത്തതാണ്, ടേസ്റ്റിംഗ് പോലും ചെയ്യാൻ താല്പര്യമില്ലാത്തതാണ്. പക്ഷെ ഇത് നമുക്ക് ഇഷ്ടമുള്ള കോൺ ആൻഡ് ചീസാണ്. സോ ഇറ്റ് വിൽ ബി എ വെറൈറ്റി സമൂസ. ഓ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ പിസ്സ ഫില്ല്. സോസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എൻ്റെ സമൂസാസ് ബാറ്റർ ഇസ് പെർഫെക്റ്റ്ലി ഗോൾഡൻ ഫ്രൈഡ്. ഓവർ ഫ്രൈഡ് അല്ല, ബ്ലാക്ക് അല്ല, ഒന്നുമല്ല. വേദന ടെൻഷനായി. ഇത് ചിക്കൻ ക്രീമി പോക്കറ്റ്സ് ആണ്.
എല്ലാത്തും പെർഫെക്റ്റ്ലി ഫ്രഷ്ലി ഫ്രൈഡ് ആയതുകൊണ്ട് അപ്പം ഫ്രൈ ചെയ്ത് തരുന്നതായിരിക്കും. സോ യു വിൽ ഗെറ്റ് ദിസ് ബ്യൂട്ടിഫുൾ ടെക്സ്ചർ. Just come and try all this, guys. കാരണം ഇവർ ഇത്രയും സ്നേഹത്തോടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ പ്ലസ് ഇത്രയും വർഷം എടുത്ത് പെർഫെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ജസ്റ്റ് ഈസ് സോ ഹെവൻലി. ഒരു എനിക്ക് പെർഫെക്റ്റ് അകത്ത് പറഞ്ഞാൽ ഒരു കീഷിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് അകത്തുനിന്ന് കിട്ടുന്നത്. ഇറ്റ് ഇസ് ക്രീമി, ഇറ്റ്സ് ലോട്ട്സ് ഓഫ് ചിക്കൻ. സാധാരണ ഒരു ബാറ്റർ അല്ല ഇതിന്, കുറച്ചും കൂടെ ഒരു പാങ്കോ ഫ്രൈഡ് ബാറ്റേഴ്സ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബ്രെഡ് ക്രംസ് ആണെങ്കിൽ പോലും ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഗുഡ്. സോ ഗുഡ്. ഇത് കഴിച്ചു നോക്കിയാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അതെങ്ങനെയുണ്ട് നോക്കല്ലേ അകത്ത് അടുത്ത് നോക്കിയാൽ അന്ന് രണ്ടെണ്ണം എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരെണ്ണം ഞാൻ മുക്കാതെ കഴിച്ചേ. അപ്പൊ അത് മുക്കി ഡിപ്പ് ചെയ്യണമെന്നുണ്ടോ വേറെ ഡിപ്പ് ചെയ്ത് ടോട്ടൽ ഡിഫറെന്റ് ടേസ്റ്റ്. ഡിപ്പ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്യണം. സോ നമ്മുടെ ഓൺലി ബീഫ് ഐറ്റം ആണ് ബീഫ് ട്രയാങ്കിൾസ്. ഫില്ലീസിന്റെ പോലത്തെ ഡിഷ് ഫില്ലീസിന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് ദ യൂണിക്നെസ്. ഇപ്പൊ സമൂസയൊക്കെ നമുക്ക് കുറെ ബേക്കറീസ് പോയി ഏകദേശം ഒരു സെയിം ടേസ്റ്റ് കിട്ടും. ഈ ടേസ്റ്റ് നമുക്ക് എവിടെയും കിട്ടില്ല ബിക്കോസ് ഓഫ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് യൂസ്. ഐ തിങ്ക് സോ പ്രൈസിങ് കുറച്ച് മൈറ്റ് ബി ഓൺ ദ അപ്പർ സൈഡ്, പക്ഷേ യു വിൽ നെവർ റിഗ്രറ്റ് സ്പെൻഡിങ് ഇറ്റ് ബിക്കോസ് ദ ടേസ്റ്റ് ഇസ് റിയലി ഗുഡ്. ഇതേവരെ എറണാകുളത്താണെങ്കിലും കാലിക്കറ്റ് ആണെങ്കിലും എവിടെ വന്നിട്ടാണെങ്കിലും ആൾക്കാർ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഓവർ പ്രൈസ് ആണെന്ന് ഇതുവരെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ള ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, പ്രോൺസ് ആണെങ്കിൽ പ്രോൺസ്, ക്രാബ് ആണെങ്കിൽ ക്രാബ്, സ്വീറ്റ് ആണെങ്കിൽ സ്വീറ്റ്, എന്ത് കഴിച്ചാലും ഇഫ് യു ലൈക്ക് ദാറ്റ് മീറ്റ്, യു ലൈക്ക് ദാറ്റ് ഫ്ലേവർ, 100% യു ലവ് ദിസ് ഡിഷ്. അടുത്തത് ഏത് കഴിക്കണം? ഏത് 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 ഇതെന്താ ഇത്? ഇഷ്ടമുള്ള സാധനം ഇത് കഴിക്കാതെ ഇതായിരിക്കും നല്ലത്. അല്ല ഇതായിരിക്കും നല്ല കുറച്ചും കൂടി. ഞാൻ തന്നെ എടുത്തോളാം. ഞാൻ ഇനി ഇത് കഴിച്ചോളാം. എന്തൊരു കഷ്ടം നോക്കി ഇവരെ കൊണ്ട്. ഫ്രണ്ട് കഴിക്കുന്നത് കഴിക്കും. ഇത് നഗറ്റ്സിന്റെ റാപ്പാണ്. കിഡ്സിന് വേണ്ടിയാണ്. സോ കിഡ്സ് ആയിട്ട് എന്തായാലും വരും. ആക്ച്വലി ഇത് പറ്റിയ എല്ലാം കിഡ്സിന് കഴിക്കാൻ പറ്റും കേട്ടോ. ഒന്നും ഓവർലി സ്പൈസി ഒന്നും അല്ല. സോ ടോട്ടൽ റാപ്പ് നഗറ്റ്സ് ഇവിടെ ഉണ്ടാക്കുന്നല്ലേ? ഉണ്ടാക്കിയിടും. നഗറ്റ്സ് ടേസ്റ്റ് സോ ഫ്രഷ്. നമുക്കൊരു ഫ്രോസൺ ഫീലിംഗ് ഒന്നിനും കിട്ടില്ല. കാരണം വരില്ലല്ലോ. ഇവിടെ ഹോം മെയ്ഡ് ആയിട്ട് ഇവിടെ നഗറ്റ്സ് ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കുന്നതാണ്. സോ ഇറ്റ്സ് ജസ്റ്റ് സച്ച് എ ഹോൾസം മീൽ. അടിപൊളി. കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു ഫുഡായിരിക്കും കേട്ടോ. ഇത് പ്രോൺസ് ആണ്. ഇത് നോക്കിക്കേ, ഇത് വീർത്തിരിക്കുന്നു. ഇപ്പൊ പൊട്ടുന്നുള്ള രീതി ഇരിക്കും, ഞങ്ങളെ പോലെ തന്നെ. ഓ ക്രീമി പ്രോൺസ് അല്ലോ. സോ ഈ ഉണക്ക ചെമ്മീൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആണ്. വലിയ വലിയ പ്രോൺസ് ആണ്, പക്ഷെ ഇറ്റ്സ് സോ ക്രീമി. നോർമലി ചീസ് ആൻഡ് പ്രോൺസ് നമ്മളങ്ങനെ ഒരു മിക്സ് അധികം കാണാറില്ല. ഇത് നല്ല പ്രോൺസിൻ്റെ ഒരു മസാല പ്രോൺസും അതിൻ്റെ കൂടെ ചീസും. സോ ഒരു ഇന്ത്യൻ കോണ്ടിനെന്റൽ ക്യൂസിനാണ്. വീണ്ടും ലുക്ക് ഹൗ പെർഫെക്റ്റ്ലി ഇറ്റ് ഇസ് ഫ്രൈഡ്. ഇത് ഒരു 30 seconds അല്ലെങ്കിൽ 1 minute അണ്ടർ ഫ്രൈഡ് ആണെങ്കിൽ ഓവർ ഫ്രൈഡ് ആണെങ്കിൽ ഈ ഒരു ഫ്ലേവർ കിട്ടില്ല. ഇറ്റ് ഇസ് സോ ഫുള്ളാണ് ഇതിൻ്റെ അകത്ത്. മൊത്തം പ്രോൺസും ചീസും ആണ്. സോ പിസ്താഷ്യോ ഫ്രഞ്ച് ടോസ്റ്റ് ഇതിന്റെ സ്പ്രെഡ് ബറിയുന്ന കണ്ട് ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ. ആ കൂടെ 2 ക്യാനുള്ളൂ. സോ ഇത് ലിമിറ്റഡ് ആയിട്ട് ഈ പിസ്താഷ്യോ സംഭവങ്ങൾ കിട്ടുള്ളൂ. സോ നോക്കട്ടെ, അത്ര നല്ല. ഐ ഡോണ്ട് നോ വെദർ യു ഗൈസ് ക്യാൻ ഇത് റെപ്ലിക്കേറ്റ് ചെയ്ത് ഈ ടേസ്റ്റിൽ അവിടെ വരുമെന്ന്. ബട്ട് ഇറ്റ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് French toast you ever eaten. It is so crunchy. ഇത് നോക്കി കാരമലൈസേഷൻ നോക്ക്. ഇറ്റ് ഇസ് സോ ഹാർഡ്. ഇറ്റ് ഇസ് നോട്ട് നോർമൽ. സാധാരണ ഫ്രഞ്ച് ടോസ്റ്റ് സോഫ്റ്റ് ആൻഡ് ചൂയി ആയിരിക്കും. ഇത് വെളിയിൽ വെരി ഹാർഡാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എന്താ പറയുക, ഒരു ഫ്രൈഡ് ബാറ്റർ പോലെയാണ്, ഫ്രൈഡ് ഐസ്ക്രീമിൻ്റെ ബാറ്റർ പോലെ. പക്ഷെ അകത്ത് ഇറ്റ് ഇസ് സോ സോഫ്റ്റ് ആൻഡ് പിസ്താഷ്യോ ഇസ് നോട്ട് സ്വീറ്റ് അറ്റ് ഓൾ. ഇത് എക്സാക്ട്ലി ഇതുപോലത്തെ ടേസ്റ്റിൽ അവിടെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തരങ്ങോ, പക്ഷേ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയെ കാണുള്ളൂ. ദിസ് ഇസ് ജസ്റ്റ് വോം ആൻഡ് കട്ട്. നമ്മൾ ഈ ടെഡി ബെയറിനൊക്കെ ഹഗ് ചെയ്ത് കിടക്കും എന്ന് പറയില്ല, ആ ഒരു ഫീലിംഗ് ആണ് ഇത് കഴിച്ചു കഴിയുമ്പോൾ. ആരെ കിടക്കട്ടെ, പ്രിയനെ ഹഗ് ചെയ്ത് കിടക്കുന്ന സുഖമാണ് ഇത് കഴിക്കുമ്പോൾ. അത് മാത്രം പറഞ്ഞാൽ മതിയോ? ഇത് സത്യത്തില്
എന്നെ അങ്ങേത് കിടക്കുന്ന ഫീല് എനിക്ക് എന്നെ കിട്ടി സൂപ്പറാട്ടോ ഫില്ലി ഔട്ട്സ്റ്റാൻഡിങ്. ഇവരുടെ കബാബ് റോളാണ്. ചിക്കൻ തന്നെ ഒരു സ്പ്രിംഗ് റോള് തന്നെ മിൻസ് ചിക്കൻ വെച്ച് കംപ്ലീറ്റ് സ്റ്റഫിങ്. സോ സവാളയും പച്ചമുളകും ഒന്നും വേണ്ടാത്തവർക്ക് പറ്റിയ സംഭവമാണ്. ഹു ലവ്സ് മീറ്റ് ജസ്റ്റ് ലൈക്ക് മീ. ജസ്റ്റ് ഫ്ലേവർഫുൾ മിൻസ് ചിക്കൻ, വേറെ ഒന്നുമില്ല. ഹെവൻലി, എവറിത്തിങ് ഇസ് ഗുഡ്. അത് കഴിക്കും. നോക്കെ എല്ലാവരും കുനാഫയ്ക്ക് വെയിറ്റിംഗ് ആണ്. അവർ ഫുള്ളാന്ന് പറഞ്ഞിട്ട് സാറും മാഡവും കൂടെ അടിച്ചു കേട്ട് നോക്ക്. ഒരു പ്ലേറ്റിൽ എങ്ങനെയുണ്ട്? അടിപൊളി, ഹെവൻലി അല്ലേ? എന്നെ കേട്ട് പിടിക്കുന്ന പോലെ ഇല്ലേ? എന്നെ എവിടെ? എല്ലാവരും എന്നെ കെട്ടിപ്പിടിക്കാം. അപ്പൊ ഒരു ഒന്നും പറയാനില്ല. സൂപ്പർ ഇതൊക്കെ ഇപ്പോൾ പക്ഷെ ഇത് ഞാൻ പറഞ്ഞ ലിമിറ്റഡ് എഡിഷൻ ഉള്ള കാരണം സ്പ്രെഡ് വെളിയിൽ നിന്ന് കണ്ട് കൊണ്ടുവന്ന് കൊടുത്താണ് പുള്ളിയുടെ ഫ്രണ്ട് അല്ലേ? അതാ, അപ്പൊ അത് കഴിയുന്ന വരെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത് ഫസ്റ്റ് ഡേ ഒരു കുറച്ച് മണിക്കൂറിൽ തന്നെ കഴിയും. സൺഡേസ് ആയിരിക്കും ഇത് ഉണ്ടാവുക. സൺഡേസ് സൺഡേ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനുള്ള ദിവസം ഇത് ഫ്രഷ് ആയി ചെയ്ത് കൊടുക്കാം. സമാധാനത്തോടെ ജെഫ്രിൻ തന്നെ അത് ഇനോഗ്രേറ്റ് ചെയ്തോ. ഐസ്ക്രീമും നുട്ടല്ലയും കുനാഫയും. ഓ, നോക്ക്, അകത്ത് നോക്ക്. എനിക്ക് അതിനുള്ള ക്ഷമയില്ല ഇതിലും. ഓ എന്റെ അമ്മോ, റിച്ച് എന്നൊക്കെ പറഞ്ഞ ജെഫ്രിന്റെ മനസ്സ് പോലെയാണിത്. ഓ ഓ, അതെങ്കിലും അത്രയും കഴിച്ചു ജെഫ്രി? ഇല്ല, കിട്ടൂല. എന്തേ? ഞാൻ എൻ്റെ കൂടെ സിറപ്പ് ഒഴിക്കാൻ പോന്നു. എന്റെ ജെഫ്രി എന്താ ഒന്നും കൂടെ കഴിക്കട്ടെ. ഇത്തവണ എനിക്ക് ബാക്കിയുള്ള ഇതുവരെ എനിക്കറിയില്ല ബാക്കിയുള്ള ഏത് സ്റ്റോൾസ് ഉണ്ട്, ഏതുണ്ട്, എന്തുണ്ടെന്ന് എല്ലാം പ്രിൻസും പ്രിയാണ് നോക്കിയിട്ട് നടത്തുന്നത്. ഫുഡ് ഇത്തവണ നമ്മുടെ എല്ലാ എക്സിബിഷനെയും കാട്ടി ഒരു പടി മുന്നിലേക്ക് ഇറങ്ങി. അത്രയും വെറൈറ്റി ഉണ്ട്. നമ്മുടെ ഫുഡ് എപ്പോഴും അടിപൊളിയാണ്, പക്ഷെ ഇത്തവണ എവരിവൺ ഈസ് പുട്ടിങ് എക്സ്ട്രാ എഫർട്ട് ടു ബ്രിങ് സംതിങ് സോ ഗുഡ് ആൻഡ് ന്യൂ ടു യു ഗൈസ്. എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക. OHF ഫ്ലീ മാർക്കറ്റ് സെപ്റ്റംബർ 7th and 8th, ആസ്പൻ കോർട്ട്യാർഡ് ബീച്ച് റോഡ്, കാലിക്കറ്റ്. ആ ഒന്നും അറിയില്ല കേട്ടോ ആൾക്ക്. എക്സിബിഷൻ എന്നാ ഏതാ എവിടെയാന്ന് ഒന്നും അറിയില്ല. ആ ഓ, എന്തായാലും അടിപൊളിയായിരുന്നു. ആൻഡ് ദെൻ കാലിക്കറ്റിലെ ബ്യൂട്ടിഫുൾ സൺസെറ്റും കൂടെ ഇവിടുന്ന്. ഓ, സൺസെറ്റ് കഴിഞ്ഞു, നമ്മൾ കഴിച്ച് അറിഞ്ഞ പോലും ഇല്ല. പ്രിയ, ഇവിടെ വല്ല ഫ്ലാറ്റിലേക്ക് മാറണോ? ഞാൻ ചോദിക്കുന്നു എത്രയാ റെന്റ്? നോക്ക്, ഓ മൈ ഗോഡ്, ഗുഡ് ഫുഡ്, ഗുഡ് കമ്പനി ആൻഡ് ദിസ് വ്യൂ. വേറെ വല്ലതും വേണോ? വ്യൂ ഇസ് ലൈക്ക് ടു ഡൈ ഫോർ. Yeah, this is so beautiful. Calicut. Oh my God, you are a beauty. എന്താലേ നോക്ക്. Yeah. ഈ വ്യൂവിൽ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുക. ചെയർ ടേബിൾ ഇട്ട് കഴിക്കണം. അതെ, അപ്പൊ നമുക്ക് ഡെയിലി ഡേറ്റ് നൈറ്റ് ആയിരിക്കും ഇവിടെ. അതെ. അല്ലേ? നമ്മുടെ ഓൺ ഒരു സ്പേസ്. കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ അതെ. വെച്ച്. ഓ, അല്ലേ? എന്നിട്ട് വേണ്ട മഴക്കടിക്ക് പോകത്തിന് ക്യാൻഡിൽ ഇട്ടോട്ട് കുത്തുകുത്താൻ. അപ്പൊ നമുക്ക് എക്സിബിഷന് കാണാം, അടിച്ചു പൊളിക്കണം എല്ലാ തവണയും പോലെ. താങ്ക് യു സോ മച്ച്. വി എൻജോയ്ഡ് ഇറ്റ് സോ മച്ച് ആസ് യൂഷ്വൽ. അതുകൊണ്ട് പ്രത്യേകം ഒന്നും പറയില്ല. അതെ, എറണാകുളത്ത് വരെ നമുക്ക് വേണ്ടി വരാറുണ്ട്. സോ ഹോപ്പ്ഫുള്ളി കാലിക്കറ്റില് ഇനി ഓൾറെഡി എവരിവൺ നോസ് യു, ബട്ട് ഇനിയും പുതിയ ഡിഷസ് എല്ലാവരും ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് പുതിയ പുതിയ ഐറ്റംസ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ ഫ്രഞ്ച് ടോസ്റ്റ് കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടാ. ഓ, അല്ല, ഒന്നാമത് നല്ല ഫീഡ്ബാക്ക് ആണ് കറക്റ്റായിട്ട് പറയുന്നത്. ഓക്കെ. ആ കൊച്ചി കാര്യം ഞങ്ങള് കൊച്ചിയിൽ ഒരു എല്ലാ സ്ഥലവും കഴിക്കുന്നത്, പക്ഷെ ഇങ്ങനത്തെ ഒരു ടേസ്റ്റും ഇങ്ങനത്തെ ഒരു സംഭവം എവിടെയും കിട്ടിയിട്ടില്ല. നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ വേണമല്ലോ. അത് വേണം. അതാണ് മെയിനായിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എക്സിബിഷന് കാണാം. ബൈ, താങ്ക് യു, ബൈ ബൈ. ഇത്രയൊക്കെ സ്നാക്സ് കഴിച്ചിട്ട് നിങ്ങൾ ആ ഫയലൊന്ന് എവിടെയെങ്കിലും കൊണ്ട് വെക്കുവോ? ഞങ്ങക്ക് പണിയെടുക്കാൻ വേണ്ടി വന്നത്. 5 ദിവസമായി എന്നിട്ട് പണിയെടുക്കും അതുമില്ല. എഴുതണ്ട 1 2 3 2+2 4 അതൊക്കെ എഴുതി വെച്ചേക്കണത്. 4 പിന്നെ കസേര, കുറച്ച് മറ്റേ എക്സ് ക്രോസും 0-ന്റെ മറ്റേ ക്രോസിംഗ് ഗെയിം. 4 കസേര 5 ടേബിള്, വേറൊന്നും ഇല്ല. അപ്പൊ ഇത്രയും കഴിച്ച് ഫിലീസിന്റെ അവിടുന്ന് കഴിച്ചിട്ട് ഇനിയിപ്പോ രാത്രി പുട്ട് വേണം പ്രിയ മോഹന്. ഓ, അപ്പൊ നിങ്ങളൊന്നും കഴിക്കാൻ പോകുന്നില്ല. ഞാൻ ഞങ്ങൾ അതിന് കഴിക്കണത് തെറിച്ചാലും ഞാൻ കഴിക്കണത് നിങ്ങൾ നോക്കിയിരിക്കും. ഒറ്റയ്ക്ക് പോകാൻ പേടിയാ എന്ത്? പ്രിയക്ക്. എനിക്ക് വഴി അല്ല അറിയില്ല. ഞാനും കഴിക്കും കേട്ടാ. അപ്പൊ ഞങ്ങൾ
അതിപ്പോ കെട്ടിയോനും കെട്ടിയോളും ഒരുമിച്ച് നമ്മ ആ നമ്മള് രണ്ടുപേരും കഴിക്കും. ഇവര് നോക്കിയിരിക്കും. വേദുവിനെ നോക്കിയിരുന്നു കേട്ടാ. അതാ നിങ്ങക്ക് പറ്റിയത്. അപ്പൊ എങ്ങോട്ടാ പോകണ്ടേ? എങ്ങോട്ട് പോകണം? ആദാമിന്റെ ചായക്കട. എന്നാ ബാ. ഇവിടെ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ ആള് ഏറ്റവും വലിയ പോർഷൻ ഓർഡർ ചെയ്തത് ഇറച്ചിച്ചോറും ചിക്കൻ കറിയും. അതിന്റെ കൂടെ വേണ്ടെന്ന് പറഞ്ഞ അടുത്ത ആള് ഒരു കുറ്റി പുട്ടും ചിക്കൻ കറിയും. ഞാൻ വേണമെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ ആള് ജസ്റ്റ് പഴവും പഞ്ചസാരയും പുട്ടും. ഞാൻ കാലി പ്ലേറ്റ് കണ്ട. എന്താ ഞാൻ എന്താ കഴിച്ചേ? അത് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അതിന്റെ ഇച്ചിരി പാലും കൂടി ഒഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കുട്ടിനകത്ത്. എന്തൊക്കെ പറഞ്ഞാലും ദാ ഇവിടുന്ന് കെട്ടിയാ മതി. ഡയലോഗ് ഇറക്കും. ഇവിടെ ഞാൻ ലാസ്റ്റ് ഓർഡർ ചെയ്ത സംഭവം ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ഫ്ലേവറിന്റെ ഒരു പടക്കമാണ്. പടക്കം പൊട്ടിത്തെറിക്കുന്ന ഒരു ഫ്ലേവറാണ്. എവറി ഗ്രെയിൻ ഓഫ് റൈസ് ഇസ് ഫിൽഡ് വിത്ത് പ്രോൺസ് ഫ്ലേവർ. അതിൻ്റെ കൂടെ നല്ല മുട്ടനായിട്ടുള്ള വലിയ വലിയ പ്രോൺസും ഉണ്ട്. ഇത് ഒന്നൊന്നര ടേസ്റ്റ് ആണ്. ഇതിന്റെ റേറ്റ് എനിക്കറിയില്ല. എത്രയാണെങ്കിലും ഫ്രീ കൊടുക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ റേറ്റ് ചോദിച്ചില്ല. പ്രിയക്ക് കൂട്ടിന് വന്നവരാണ് നമ്മളെ വെറുതെ ഇരുത്തുന്നത്. പ്രിയക്ക് മോശം കേടാ. കറക്റ്റ്. അപ്പോൾ നിങ്ങൾ ചെമ്മീൻ ചോറും അതുപോലെ പാൽക്കപ്പയും ഇവിടുത്തെ ബാക്കിയുള്ള ഞങ്ങൾ വ്ളോഗിൽ കാണിച്ച സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്യാം. ആസ്വദിക്കുക അല്ലേ? പ്രിന്റെ കൂടെ ചേർന്ന് പ്രിയൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഡാഡി കാണട്ടെ ഇത്. ഡാഡി കാണട്ടെ സ്വഭാവം. അപ്പോൾ ഗൈസ് ആഫ്റ്റർ ആ ഫസ്റ്റ് ലോങ് ഡേ ഇൻ കാലിക്കറ്റ് ഇറ്റ് വാസ് അമേസിങ്. ഇനി ഇവിടുത്തെ കുറേ ഫുഡ് വ്ളോഗ്സ് വരാനുണ്ട്. നമ്മുടെ എക്സിബിഷൻ്റെ കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട്. സോ ഇനി കാലിക്കറ്റ് വ്ളോഗ്സ് ആയിരിക്കും അങ്ങോട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മലപ്പുറത്ത് ഒരു ദിവസം ഒരു വിരുന്നിന് പോകാനുണ്ട്. സോ ഒരുപാട് ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ കാണും. സോ നാളെ മറക്കാതെ വ്ളോഗ് കാണുക. എല്ലാവരും എക്സിബിഷന് വരിക. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.